ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ അല്പം വലിപ്പമുള്ള ചിക്കൻ പീസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്പം കൂടെ ചെറുതാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് സോയാ സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് സോയാ സോസ് ആയാലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അല്പം കൂടെ കറുത്ത് ഇരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ലൈറ്റ് സോയാ സോസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബീറ്റ് ചെയ്തിരിക്കുന്ന ഒരു മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിലാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം, ഏതാണെങ്കിലും പ്രശ്നമില്ല. എയർ ഫ്രയറിൽ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയറിൽ വെച്ച് ഞാൻ 180 ഡിഗ്രി 20 മിനിറ്റ്സിലാണ് സെറ്റിങ്സ് കൊടുക്കുന്നത്. 20 മിനിറ്റ്സ് കഴിഞ്ഞ് എടുക്കുമ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് എക്സ്ട്രാ വെച്ച് കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോഴും മൊത്തത്തിൽ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ചിക്കനിൽ നല്ലപോലെ നെയ്യുള്ളതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഇവിടെ 2 ബാച്ചും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ അതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് ആ വൈറ്റ് പോർഷൻ മാത്രം താഴത്തെ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കവും അരിഞ്ഞത്, അല്പം വലിപ്പത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമുക്കിത് നല്ലപോലെ വഴലേണ്ടതോ വേവേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഇത് എല്ലാം സ്പീഡിൽ വളരെ വേഗം പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കത് സോസ് ഒഴിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ അത് റെക്കോർഡായില്ല, അതുകൊണ്ടാണ് അതിൻ്റെ വിഷ്വൽസ് ഇല്ലാത്തത്. ഈ സോസുകളെല്ലാം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഒട്ടും കുക്കാവേണ്ട കാര്യമില്ല. ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല ക്രഞ്ചി ആയിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയും ഗ്രേവി വേണം അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഈ ഗ്രേവി പെട്ടെന്ന് തന്നെ തിക്കായിക്കോളും. ഇതിന് ശേഷം ഈ തിക്കായ ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഗ്രേവി എത്ര വേണം എന്നതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇനി ഈ തിക്കായ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ സോസിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ചിക്കൻ പീസസ് ഇട്ട് ഇതൊട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സോസിലൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇത് കുക്ക് ചെയ്യാൻ പോയാൽ ഇത് മൊത്തം ഒരു സോഗിയായിട്ട് ഒട്ടും ക്രിസ്പി അല്ലാതെ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒട്ടും തന്നെ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൈ ചെയ്തപ്പോൾ ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആയതാണ്. അതുകൊണ്ട് ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയും അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷൻ കട്ട് ചെയ്തത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചിക്കൻ ഇട്ട് കൊടുത്തും ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. താങ്ക് യു.